എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെയധികം ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിൽ അരിയും ചോറും ഒന്നും ഉപയോഗിക്കാതെയാണ് ഈ ഇഡ്ഡലി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ 1/4 കപ്പ് ചെറുപയർ പരിപ്പാണ് ആദ്യം ഇട്ട് കൊടുത്തത്. അടുത്ത പാത്രത്തിൽ 1/4 കപ്പ് മസൂർ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത കപ്പിൽ 1/4 കപ്പ് ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം ചെറുപയർ പരിപ്പും മസൂർ പരിപ്പും ഉഴുന്ന് പരിപ്പുമാണ് 3 വ്യത്യസ്ത പാത്രങ്ങളിൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ വേറെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ശേഷം നമുക്ക് കുതിരാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് 1/2 കപ്പ് റാഗിയാണ്. മുഴുവൻ റാഗിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മുഴുവൻ റാഗിയിൽ നല്ല പോലെ അഴുക്കുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളത് നല്ല പോലെ കഴുകി വേറെ തന്നെ കുതിർത്തെടുക്കണം. അരയ്ക്കുമ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് അരയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് കഴുകാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പുകളെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി ഇനി അതിലേക്ക് അത് കുതിരാനുള്ള വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ റാഗിയും നന്നായിട്ട് കഴുകി അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുതിരാനായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു 4 മണിക്കൂർ നേരമാണ് കുതിരാനായിട്ട് വെക്കുന്നത്. ഇനി അരയ്ക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പായിട്ട് നമുക്ക് അവിലാണ് കുതിർക്കേണ്ടത്. അതും ഞാൻ 1/2 കപ്പ് വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതൊന്ന് കുതിരാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതും അവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. അവിൽ കുതിരാൻ നമുക്ക് ഏകദേശം അരമണിക്കൂർ മതി. അപ്പോൾ അരയ്ക്കുന്നതിൻ്റെ അരമണിക്കൂർ മുൻപ് അവിൽ കുതിർത്താൽ മതി. അപ്പോൾ ഈ പരിപ്പുകളും റാഗിയും ഞാൻ ഏകദേശം 4 മണിക്കൂർ നേരമാണ് കുതിർത്തെടുത്തിട്ടുള്ളത്. ഇനി അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൽ നമ്മൾ കുതിരാനായിട്ട് ഒഴിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇങ്ങോട്ട് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച ശേഷം വേണം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഏകദേശം നമുക്ക് 2 പേർക്ക് കഴിക്കാനുള്ള 3 പേർക്ക് കഴിക്കാനുള്ള ഇഡ്ഡലിയുടെ ഒരു 12 ഇഡ്ഡലിയാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ആ വെള്ളം എല്ലാം ഊറ്റി മാറ്റിയ ശേഷം നമുക്ക് മിക്സിയുടെ വലിയ ജാറിൽ ഞാൻ ഒന്നിച്ചിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുപയർ പരിപ്പും അതുപോലെ മസൂർ പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ആ റാഗിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിൽ കുതിർത്തി വെച്ചിട്ടുണ്ടല്ലോ, 1/2 കപ്പ് അവിൽ, വെള്ള അവിൽ, അതുകൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ വെള്ളമെല്ലാം നമ്മൾ കുതിരാനായിട്ട് വെച്ച വെള്ളം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ ഇഡ്ഡലി മാവിൻ്റെ ആ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഞാനിവിടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫെർമെൻറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ ഇഡ്ഡലി മാവ് ചെയ്യുന്ന പോലെ കൈയെല്ലാം നന്നായിട്ട് കഴുകി വന്ന ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് മൂടി ഏകദേശം ഒരു 5 മണിക്കൂർ നേരം, മറ്റുള്ള അരിയും ചോറൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ അത്ര നേരം നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട. ഒരു 4-5 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വരും. ഇപ്പോൾ ഇവിടെ മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ സാധാരണ നമ്മൾ ചെയ്യുന്ന മാതിരി ഇഡ്ഡലി തട്ടിൽ ഓയിൽ പുരട്ടിയ ശേഷം ഒഴിച്ച് സ്റ്റീം ചെയ്തെടുത്താൽ മതി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. ഇതിൽ അരിയോ ചോറോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. വെറും പരിപ്പുകളും അതുപോലെ റാഗിയും വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. കൂടാതെ റെസിപ്പി ഇഷ്ടമായാൽ മറന്നു പോകാതെ ആദ്യം തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഇഡ്ഡലിക്ക് മാച്ചായിട്ടുള്ള സാമ്പാറും മാച്ചാണ്, അതുപോലെ തക്കാളി ചട്നി, എല്ലാ ചട്നികളും ഇതിന് നല്ല മാച്ചായിരിക്കും. അപ്പോൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഞാൻ ഒരു തവണ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടണും കൂടെ അമർത്താൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.